ആദ്യഘട്ടം തുടങ്ങി. പതിനേഴാം ലോക്സഭയിലേക്കുള്ള വോട്ടെടുപ്പ് ആരംഭിച്ചു. പോളിംഗ് 2 മണിക്കൂർ പിന്നിടുമ്പോൾ വോട്ടർമാരിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടത്തിൽ 18 സംസ്ഥാനങ്ങളിലെ 91 മണ്ഡലങ്ങളാണ് വിധി എഴുതുന്നത്. 4 സംസ്ഥാന നിയമസഭകളിലേക്കുള്ള വോട്ടെടുപ്പും ആരംഭിച്ചു. മികച്ച പോളിംഗ് ഉറപ്പുവരുത്തണമെന്ന് സമ്മതിദായകരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭ്യർത്ഥിച്ചു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, ആദ്യ 2 മണിക്കൂറുകൾ എങ്ങനെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? ഗോപികൃഷ്ണൻ, ആദ്യ 3 മണിക്കൂറുകളിലേക്ക് എത്തുമ്പോൾ മികച്ച പോളിംഗ് തന്നെയാണ് ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. 18 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 91 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും ഒപ്പം 4 സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലേക്കുമുള്ള വോട്ടെടുപ്പ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാ പോളിംഗ് ബൂത്തുകളിലും തന്നെ വോട്ടർമാരുടെ ഒരു നീണ്ട നിര തന്നെയാണ് ദൃശ്യമായിക്കൊണ്ടിരിക്കുന്നത്. മികച്ച സുരക്ഷാ സംവിധാനങ്ങളോടുകൂടി തന്നെയാണ് ഇപ്പോൾ വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 3 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഇതുവരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഏതാനും ചില പോളിംഗ് ബൂത്തുകളിൽ വോട്ടിംഗ് സാമഗ്രികൾക്ക്, പ്രത്യേകിച്ച് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിന് ചില തകരാറുകൾ സംഭവിച്ചതിനെ തുടർന്ന് വോട്ടിംഗ് അല്പസമയത്തേക്ക് തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായി. എന്നാൽ പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള മറ്റ് വോട്ടിംഗ് മെഷീനുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 20 സംസ്ഥാനങ്ങളിൽ പ്രധാനമായും തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലുമാണ്. ആന്ധ്രാപ്രദേശിലെ 25 ലോക്സഭാ സീറ്റുകളിലേക്കും തെലങ്കാനയിലെ 17 ലോക്സഭാ സീറ്റുകളിലേക്കും തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ 2 സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഒറ്റഘട്ടമായി തന്നെ പൂർത്തിയാകുന്നു എന്നുള്ളതാണ് പ്രത്യേകത. മറ്റൊന്ന് ഉത്തർപ്രദേശാണ്. ഒരുപക്ഷെ ദേശീയ രാഷ്ട്രീയത്തിലടക്കം ഉത്തർപ്രദേശിലെ ഓരോ സീറ്റിലെയും വിജയം നിർണായകമാകുന്ന പശ്ചാത്തലത്തിലാണ് 8 ലോക്സഭാ സീറ്റുകളിലേക്ക്, പശ്ചിമ ഉത്തർപ്രദേശിലെ 8 ലോക്സഭാ സീറ്റുകളിലേക്കുള്ള പോളിംഗ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അസം ഒഴികെയുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഇന്ന് തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്ന സാഹചര്യമുണ്ട്. ഛത്തീസ്ഗഡ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ പ്രശ്നബാധിതമായ മേഖലയിൽ അടക്കം ഇപ്പോൾ പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നക്സൽ ഭീഷണി നിലനിൽക്കുന്ന മണ്ഡലത്തിലാണ് ഇപ്പോൾ പോളിംഗ് നടക്കുന്നത് എങ്കിലും ഇതുവരെയും ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല. ഒപ്പം ജമ്മു കാശ്മീരിലെ 2 ലോക്സഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിഘടനവാദികൾ ഈ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കണമെന്ന ആഹ്വാനം നൽകുന്നതിനിടെയാണ് ജമ്മു കാശ്മീരിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട്. അരുണാചൽ പ്രദേശ്, ആന്ധ്രാപ്രദേശ്, സിക്കിം എന്നിങ്ങനെ 3 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വോട്ടെടുപ്പ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഒപ്പം ഒഡീഷ സംസ്ഥാനത്ത് 4 ഘട്ടങ്ങളിലായാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇന്ന് 28 സീറ്റുകളിലേക്ക്, 28 നിയമസഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മണിക്കൂറുകൾ പിന്നിടുമ്പോൾ വോട്ടർമാരുടെ ഒരു നീണ്ട നിര തന്നെയാണ് ദൃശ്യമാകുന്നത്. എന്നാൽ നമുക്കറിയാം 18 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും വ്യത്യസ്തമായ 91 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഈ മണിക്കൂറുകളിൽ നമുക്ക് വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു ശരിയായ കണക്കോ അല്ലെങ്കിൽ വോട്ടർമാരുടെ പട്ടികയോ അത് സംബന്ധിച്ച ഒരു ഔദ്യോഗികമായ വിവരമോ പങ്കുവയ്ക്കാൻ സാധിക്കുന്നുമില്ല. ഗോപികൃഷ്ണൻ, തീർച്ചയായും ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ വലിയ നീണ്ട നിര നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനുണ്ട് വോട്ടർമാരുടെ. പക്ഷേ സ്വാഭാവികമായിട്ടും അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ ഒരു ശതമാന കണക്ക്, അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാവാൻ ഇരിക്കുന്നതേ ഉള്ളൂ. കാരണം വിവിധ ഇടങ്ങളിലായിട്ടുള്ള 91 മണ്ഡലങ്ങളാണ്. എന്നിരുന്നാലും സാധാരണഗതിയിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിലും അഭിലാഷ് 2014 ആദ്യഘട്ട വോട്ടെടുപ്പ് നല്ല രീതിയിൽ തന്നെ പോയിട്ടുള്ള ഒരു ചരിത്രമാണ് നമുക്കുള്ളത്. സ്വാഭാവികമായും ഈ ആദ്യഘട്ടത്തിലേക്ക് വരുമ്പോഴും നക്സൽ ബാധിത പ്രദേശങ്ങളാവട്ടെ, ഇപ്പോൾ ഏറ്റവും പ്രധാനം UP-യിലെ ആ സീറ്റുകൾ തന്നെയാണ്, ആ പ്രദേശങ്ങളാവട്ടെ. അപ്പോൾ UP-യിൽ നിന്നും ലഭിക്കുന്ന സൂചനകൾ എന്തൊക്കെയാണ്? അവിടെ വലിയ തോതിലുള്ള, അഭിലാഷ് വ്യക്തമായി കണക്കുകൾ പറയാൻ നമുക്കറിയില്ല, എന്നിരുന്നാലും UP-യിൽ നിന്നും രാവിലത്തെ 3 മണിക്കൂറുകളിൽ നല്ല തോതിലുള്ള വോട്ടിംഗ് തന്നെയാണോ ലഭിക്കുന്ന വിവരങ്ങൾ? തീർച്ചയായും ഗോപികൃഷ്ണൻ, ദേശീയ പ്രാധാന്യമുള്ള സംസ്ഥാനം തന്നെയാണ് ഉത്തർപ്രദേശ്. ഗോപികൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ 2014 NDA സർക്കാർ അധികാരത്തിലേറുമ്പോൾ 100 മേനി കൊയ്തത് ഉത്തർപ്രദേശിൽ നിന്നാണ് എന്ന് പറയാൻ സാധിക്കും. അവിടെ 80 സീറ്റുകളിൽ 71-ലും BJP വിജയിച്ചിരുന്നു. എന്നാൽ ഇക്കുറി കാര്യങ്ങൾ അത്ര സുഗമമല്ല BJPക്ക് എന്നതും വ്യക്തമാണ്. പ്രത്യേകിച്ച് കോൺഗ്രസ് ആകട്ടെ അവരുടെ തുരുപ്പുചീട്ടായ പ്രിയങ്ക ഗാന്ധിയെ തന്നെ രംഗത്തിറക്കുകയും ഗംഗാതീരത്തിലൂടെ അടക്കം പ്രിയങ്ക ഗാന്ധി നടത്തിയ യാത്രകൾ ഉൾപ്പെടെ വലിയ പ്രതീക്ഷ കോൺഗ്രസിന് ഒരു ഭാഗത്ത് നൽകുന്നുണ്ട്. എന്നാൽ
BSP SP ഉൾപ്പെടെയുള്ള കക്ഷികളുമായി സഖ്യത്തിലേർപ്പെടാൻ സാധിച്ചില്ല എന്നത് ഒരു പോരായ്മയായും കോൺഗ്രസ് ഒരു ഭാഗത്ത് വിലയിരുത്തുന്നു. മുസാഫർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് കഴിഞ്ഞ തവണ 2014 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെയുണ്ടായ ഒരു കലാപത്തിൻ്റെയും ഒക്കെ ഉൾപ്പെടെയുള്ള പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. അതുകൂടി അനുകൂലമായൊരു സാഹചര്യമായിരുന്നു 2014 BJPക്കുള്ളത് എങ്കിൽ ഇത്തവണ BJPയും വിയർപ്പൊഴുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മേഖലകളിൽ ഉള്ളത്. ഒരുപക്ഷെ സഖ്യം രൂപീകരിക്കാൻ കോൺഗ്രസിന് സാധിച്ചില്ല എങ്കിൽ പോലും ചില നീക്കുപോക്കുകളും ധാരണകളുമൊക്കെ ഇന്ന് തെരഞ്ഞെടുപ്പ് നടക്കുന്ന 8 മണ്ഡലങ്ങളിലും ഉണ്ട് എന്നുകൂടി അനുമാനിക്കേണ്ടി വരും. അജിത് സിംഗ് മത്സരിക്കുന്ന മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ മകൻ മത്സരിക്കുന്ന മണ്ഡലത്തിൽ അടക്കം സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് നിർത്തിയിട്ടില്ല എന്നത് തന്നെയാണ് അതിന് കാരണമായി പറയുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് വിലയിരുത്തുമ്പോൾ പശ്ചിമ UP എങ്ങനെ ചിന്തിക്കുന്നോ അതാണ് ഒരു തെരഞ്ഞെടുപ്പിൽ പൊതുവെ ഉത്തർപ്രദേശ് ചിന്തിക്കുക. ആ ഒരു തരംഗമായിരിക്കും വരും ഘട്ടങ്ങളിലടക്കം തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു UPയെ കുറിച്ചുള്ള ഒരു രാഷ്ട്രീയ നിരീക്ഷണം. അതുകൊണ്ടാണ് ഇന്ന് നടക്കുന്ന ഒന്നാം ഘട്ടം ഉത്തർപ്രദേശിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറുന്നത്. മികച്ച പ്രതികരണം തന്നെയാണ് ഉത്തർപ്രദേശിലെ പോളിംഗ് ബൂത്തുകളിലെല്ലാം ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഡൽഹി കേന്ദ്ര സ്ഥിരാകേന്ദ്രം ഭരണ സ്ഥിരാകേന്ദ്രമായ ഡൽഹിയോട് അടുത്തുള്ള മണ്ഡലങ്ങളിൽ കൂടിയാണ് ഇപ്പോൾ വോട്ടെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കഴിയുന്നത്ര ശക്തമായ പ്രചാരണമായിരുന്നു പുറത്തെടുത്തത് എന്നതിൽ തർക്കമില്ല. BSPയും SPയും സഖ്യത്തിലാവുകയും RLDയെ കൂടി ഒപ്പം നിർത്തുകയും ചെയ്തുകൊണ്ടാണ് പോരാട്ടം നടത്തുന്നത് എങ്കിൽ അവരെ കൂടി പ്രതിരോധിക്കേണ്ട ഒരു സാഹചര്യം കോൺഗ്രസിനുണ്ടായിരുന്നു. BJPക്കാകട്ടെ ഇങ്ങനെ അതായത് പ്രതിപക്ഷത്ത് സഖ്യം രൂപീകരിക്കാൻ സാധിക്കാതെ പോയി എന്നത് അനുകൂലമാകുമെന്ന വലിയ പ്രതീക്ഷയിൽ BJPയും ഉത്തർപ്രദേശിനെ നോക്കിക്കാണുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആന്ധ്രാപ്രദേശിലേക്കും തെലങ്കാനയിലേക്കും വരുമ്പോൾ 91 ലോക്സഭാ സീറ്റുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സീറ്റുകളിലേക്ക് വോട്ടെടുപ്പ് നടക്കുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും മറ്റൊരു രാഷ്ട്രീയ ചിത്രമാണ് നമുക്ക് വ്യക്തമാക്കാൻ സാധിക്കുന്നത്. അവിടെ കോൺഗ്രസ് BJP പോലുള്ള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെക്കാൾ കൂടുതലായി പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾക്ക് തന്നെയാണ് പ്രാതിനിധ്യം. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA മുന്നണി രൂപീകരിക്കുന്നതിൽ ചുക്കാൻ പിടിച്ച നേതാക്കളിൽ ഒരാളായിരുന്ന ചന്ദ്രബാബു നായിഡു പിന്നീട് NDAയിൽ നിന്ന് പിണങ്ങി മാറുന്ന ഒരു സാഹചര്യമുണ്ടായി. ആന്ധ്രാപ്രദേശിന്റെ വിഭജനത്തിന് ശേഷം പ്രത്യേകമായി പരിഗണന സംസ്ഥാനത്തിന് നൽകിയില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. മറുഭാഗത്താകട്ടെ BJP വിലയിരുത്തുന്നത് ആന്ധ്രയിൽ ഇപ്പോൾ TDPക്കെതിരായ ഒരു ഭരണവിരുദ്ധ വികാരമുണ്ട്. അതുകൊണ്ട് തന്നെ TDPയുമായി കൈകോർക്കേണ്ടതില്ല, അത് തിരിച്ചടിയാകും എന്ന വിലയിരുത്തലുണ്ട്. ഈ സാഹചര്യത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്ന തരത്തിലുള്ള ഒരു പ്രചാരണമായിരുന്നു BJP അവിടെ നടത്തിയത്. എന്നാൽ പ്രത്യേകിച്ച് ജഗൻമോഹൻ റെഡ്ഡിയുടെ നിലപാട് YSR കോൺഗ്രസിന്റെ ഒരു നിലപാട് നിർണായകമാകുന്ന സാഹചര്യമുണ്ട്. നമുക്കറിയാം മലയാളി കൂടിയായ മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് ഒരു സിനിമ പോലും തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പുറത്തിറങ്ങുകയും അതുപോലും തെരഞ്ഞെടുപ്പ് പ്രചാരണമാക്കി മാറ്റുകയും ചെയ്ത പശ്ചാത്തലമാണ് ആന്ധ്രാപ്രദേശിലുള്ളത്. തൊട്ടയൽ സംസ്ഥാനമായ തെലങ്കാനയും സമാനമായ സാഹചര്യമാണുള്ളത്. അവിടെയും പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾക്ക് തന്നെയാണ് മുൻതൂക്കം. TRSനാണ്. അവിടെ ഒരു കാര്യം എടുത്തു പറയേണ്ടത്, കൗതുകകരമായ ഒരു തെരഞ്ഞെടുപ്പ് അവിടെ നടക്കുന്നത് TRSന്റെ ചന്ദ്രശേഖർ റാവുവിൻ്റെ മകൾ മത്സരിക്കുന്ന കവിതാ റാവു മത്സരിക്കുന്ന മണ്ഡലത്തിലാണ്. നമുക്കറിയാം നേരത്തെ തന്നെ നിയമസഭയെ പിരിച്ചുവിട്ടുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിന് നേരിട്ടതാണ് TRS. അവിടെ കൃത്യമായ ഒരു ഭൂരിപക്ഷവും TRSന് ലഭിച്ചിരുന്നു. എന്നാൽ ലോക്സഭയിലേക്ക് വരുമ്പോൾ സ്ഥിതിഗതികൾ കുറച്ച് മാറ്റമുണ്ട്. കാരണം പ്രത്യേകിച്ച് അവിടുത്തെ മഞ്ഞൾ കർഷകർ, തെലങ്കാനയിലെ മഞ്ഞൾ കർഷകർ അടക്കം സംസ്ഥാന സർക്കാരിനോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടാണ് 179 കർഷകർ കവിതാ റാവു മത്സരിക്കുന്ന പാർലമെന്റ് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളാണ് എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അടക്കം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ അടക്കം ഇത് കുഴക്കിയ ഒരു സാഹചര്യമുണ്ട്. ഇവിടെ വോട്ടിംഗ് മെഷീനുകൾ ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇത്രയധികം സ്ഥാനാർത്ഥികളുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും കൗതുകകരമായ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ തെലങ്കാനയിൽ ഈ മണ്ഡലത്തിലാണ് എന്നുകൂടി എടുത്തു പറയേണ്ടതുണ്ട്. ഇങ്ങനെ തെലങ്കാനയും ആന്ധ്രാപ്രദേശും പ്രാദേശികമായ സാഹചര്യങ്ങൾ തന്നെയാണ് അവിടെ പ്രധാനപ്പെട്ടത്. അതേസമയം ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലേക്ക് വരുമ്പോഴും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് വരുമ്പോഴും കോൺഗ്രസിനെയും BJPയെയും സംബന്ധിച്ചിടത്തോളം നിർണായകമാകുന്ന തെരഞ്ഞെടുപ്പാണ്. ഒപ്പം ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കേണ്ടത്, ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ ഉത്തരേന്ത്യയിൽ 2014 ഉണ്ടായതുപോലുള്ള ഒരു വലിയ മാർജിനിലുള്ള വിജയം BJP പ്രതീക്ഷിക്കുന്നില്ല. ആ പോരായ്മ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന്, അത് ആന്ധ്രാപ്രദേശോ തെലങ്കാനയോ ആകട്ടെ, അവിടെ നിന്ന് പരിഹരിക്കണം എന്ന ഒരു നിഗമനമാണ് BJPക്കുള്ളത്. സമാനമായ ചിന്താഗതി തന്നെയാണ് കോൺഗ്രസിനുമുള്ളത്. കഴിയുന്നത്ര സീറ്റുകൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് നേടിയെടുക്കണം. അതിനുശേഷം മറ്റ് മുന്നണികളെ, മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ അടക്കം ഒപ്പം ചേർത്തുകൊണ്ട് സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള ശ്രമം നടക്കണം. അതുകൊണ്ടാണ് വയനാട്ടിലടക്കം രാഹുൽ ഗാന്ധി ദക്ഷിണേന്ത്യയിലെ ഒരു സ്ഥാനാർത്ഥിയായി എത്തുന്നത്. ഇത്തരത്തിലാണ് 91 ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രധാനപ്പെട്ടതായി മാറുന്നത്. ഗോപികൃഷ്ണൻ. KP അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്.